എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5th ചാപ്റ്ററായ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് എനർജി എന്തുമാത്രം കൺസ്യൂം ചെയ്യുന്നുള്ളൂ നമ്മുടെ വീടുകളിൽ അല്ലേ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷനും കാര്യങ്ങളും കണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ കേട്ടോ. പവർ ഇൻ വാട്ട് ആണ് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഒരു റേറ്റും ഇല്ല, ഒരു യൂണിറ്റിന് എത്രയാണെന്നുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഇതേ ഫോർമാറ്റിലുള്ള ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം, റേറ്റും കാര്യങ്ങളും വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ധാരണ കിട്ടിക്കാണുമല്ലോ എങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് അല്ലേ, വാല്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ഏകദേശം ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വൈദ്യുതി എങ്ങനെയാണ് പാഴാക്കാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പല റേറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ബില്ലല്ല, ഒരു ഫിക്സഡ് ചാർജ്. വീടുകളിൽ സാധാരണയായിട്ട് സിംഗിൾ ഫേസ് ആണ് വരുന്നത് കേട്ടോ. നമ്മൾ വ്യാവസായികമായിട്ടൊക്കെയാണ് 3 ഫേസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സിംഗിൾ ഫേസിനൊക്കെ ആണെങ്കിൽ ഫിക്സഡ് ചാർജ് 50 ആണെന്ന് പറയുന്നുണ്ട്. 3 ഫേസിനൊക്കെ ആണെങ്കിൽ ഫിക്സഡ് ചാർജ് 130 ആണ്. അതനുസരിച്ചിട്ട് റേറ്റിനും വ്യത്യാസപ്പെടും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുക, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം എങ്ങനെ വന്നാലും വൈദ്യുതി അധികം നമ്മൾ വെറുതെ പാഴാക്കാതെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ KSEBക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്, TOD ബില്ലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ടൈം ഓഫ് ദ ഡേ ബില്ലിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇലക്ട്രിക് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടിയ സമയങ്ങളുണ്ട്, അതിനെ നമ്മൾ പീക്ക് അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം 6 മണി തൊട്ട്, അതായത് വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ള ഒരു സമയത്തിന് ഒരു പീക്ക് അവേഴ്സ് എന്ന് പറയും. ആ സമയത്താണല്ലോ നമ്മൾ കൂടുതലായിട്ടും വൈദ്യുതി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ആ സമയത്ത് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതായത് കൂടുതലായിട്ട് വൈദ്യുതി കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ ഓഫ് ആക്കി വെക്കുകയാണെന്നെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു പരിധി വരെ കുറയ്ക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ പീക്ക് അവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് വൈദ്യുതോപയോഗം കൂടിയ സമയങ്ങളിൽ, അതായത് കൂടിയ സമയം നമുക്കറിയാം 6 തൊട്ട് 10 വരെയാണ്. വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി KSEB ആവിഷ്കരിച്ചിട്ടുള്ള നൂതന ബില്ലിംഗ് സംവിധാനമാണ് TOD ബില്ലിംഗ്. അതനുസരിച്ചിട്ട് ഒരു ദിവസത്തെ 3 സമയം ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ മിനിമം ചാർജാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയാണ് പീക്ക് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സമയത്താണ് കൂടുതൽ ഇലക്ട്രിക് എനർജി കൺസ്യൂം ചെയ്യുന്നത്. ആ സമയത്തുമാണ് കൂടുതൽ റേറ്റും വരുന്നത്. പിന്നെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ നോർമൽ ചാർജുമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുക, ഇലക്ട്രിക് അയൺ, മോട്ടോർ, റെഫ്രിജറേറ്റർ, ഗ്രൈൻഡർ, AC തുടങ്ങിയ പവർ കൂടിയ ഉപകരണങ്ങൾ മിനിമം ചാർജ് കണക്കാക്കുന്ന സമയങ്ങളിൽ പ്രവർത്തിക്കുക. അതായത് പീക്ക് ടൈംസിൽ ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടുതൽ ചാർജ് വരും, കൂടുതൽ യൂണിറ്റ് അവിടെ കൺസ്യൂം ചെയ്യും. മനസ്സിലായല്ലോ. അപ്പം അതനുസരിച്ച് ഇലക്ട്രിക് ബില്ലും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം റേറ്റ് ഉപയോഗിക്കുന്ന സമയമുണ്ടല്ലേ, ആ സമയങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പീക്ക് അവേഴ്സ് എന്താണെന്നുള്ളത് കേട്ടോ. ഞാൻ ഷോർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പീക്ക് അവേഴ്സ് എന്നുള്ളത്. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുതലുള്ള സമയത്തിനാണ് നമ്മൾ പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത്. അതെപ്പോഴാണ് 6 മണി മുതൽ 10 മണി വരെയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാൻ മേലായിരിക്കും. അപ്പം നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം മാക്സിമം നമ്മൾ ഉപയോഗം കുറയ്ക്കുക, ഉപയോഗം കുറയ്ക്കേണ്ട സമയങ്ങളിൽ കുറയ്ക്കുക, പാഴാക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് പറയും, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യിക്കൊള്ളാറില്ല. നോർമലി അങ്ങനെയാണ് ഇല്ലേ. ഇനി നിങ്ങൾ നിങ്ങളുടെ അനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ പറയും, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പം അനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ പറയുക, ഇങ്ങനെയൊക്കെയാണ് റേറ്റ് നല്ലോണം വരുന്നുണ്ട്, അതിന് കാരണവും പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം അതനുസരിച്ച് നമുക്ക് ഉപയോഗങ്ങളൊക്കെ നിയന്ത്രിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുക അല്ലേ. വെറുതെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്, അത് പലതരത്തിലുള്ള നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പൈസയാണ് പോകുന്നത് ഇല്ലേ. അതുപോലെ തന്നെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്ത് പോവില്ല. ഈ എനർജി എല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെയും വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ സമയത്താണ് കൂടുതൽ ആളുകളും ലൈറ്റുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗം കൂടുവാണ് ചെയ്യുന്നത്. അപ്പം പീക്ക് അവേഴ്സിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് ബില്ല് കണക്കാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. സാധാരണ സമയങ്ങളിൽ വൈദ്യുതി നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും പീക്ക് അവേഴ്സ്. അതായത് 6 മണി തൊട്ട് 10 മണി വരെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് സാധാരണ റേറ്റ് ഉണ്ടല്ലോ അതിനേക്കാളും കൂടുതലായിരിക്കും കേട്ടോ. പീക്ക് അവേഴ്സിൽ എത്ര യൂണിറ്റ് ആണ് ഉപയോഗിച്ചതെന്നുള്ള മീറ്ററിൽ കൃത്യമായിട്ട് അവിടെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം പീക്ക് അവേഴ്സിൽ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടുക. അയൺ ബോക്സ് ഒക്കെ
അയൺ ബോക്സ്, പിന്നെ ഉപകരണങ്ങളൊക്കെ ഗ്രൈൻഡർ, മോട്ടറൊക്കെ ഉണ്ടല്ലോ, AC ഒക്കെ ഈ പീക്ക് അവേഴ്സിലൊക്കെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കട്ടെ. പീക്ക് അവേഴ്സിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക, വൈദ്യുതി ലാഭിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക, പീക്ക് അവേഴ്സിൽ ഉപയോഗം കുറയ്ക്കാൻ ചില ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. അപ്പോൾ റെഫ്രിജറേറ്റർ ഞാൻ പറഞ്ഞില്ലേ, റെഫ്രിജറേറ്റർ ഒക്കെ വൈകുന്നേരം സമയങ്ങളിൽ ഓഫ് ചെയ്തിടുക. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പീക്ക് അവേഴ്സിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും വൈദ്യുതി ബില്ലിൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ. അപ്പൊ പീക്ക് അവേഴ്സിൽ കൂടുതൽ പണം നൽകേണ്ടി വരുന്നത് കൊണ്ട് ഈ സമയത്ത് ഉപയോഗം കുറയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് ലാഭകരമാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എനർജി സ്റ്റാർ റേറ്റിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങളുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാർ റേറ്റിംഗ്, ഫ്രിഡ്ജിന്റെ ഒക്കെ അല്ലെ, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാർ റേറ്റിംഗ് കാണും. ഈ സ്റ്റാർ റേറ്റിംഗ് ഉള്ള കൂടുതലുള്ള സ്റ്റാർസ് ഉള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുക. ഈ സ്റ്റാർ റേറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? തന്നേക്ക് 1 മുതൽ 5 നക്ഷത്രങ്ങൾ വരെയാണ് സ്റ്റാർ റേറ്റിംഗ് ഉപയോഗിക്കുന്നത്. 5 നക്ഷത്രങ്ങൾ ഏറ്റവും ഉയർന്ന ഊർജ്ജക്ഷമതയെ പ്രതിനിധീകരിക്കുന്നതാണ്. സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ബ്യൂറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉയർന്ന സ്റ്റാർ റേറ്റിംഗിലുള്ള ഒരേ തരം ഉപകരണങ്ങൾ കുറഞ്ഞ റേറ്റിംഗിലുള്ള ഉപകരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കുന്നു. ഇല്ല, പഴയ എക്യുപ്മെന്റ്സിലൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ മാറ്റുക, അതിന്റെ സ്റ്റാർ റേറ്റിംഗ് കൂടുതലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലെ. കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ, കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കുന്നവരുടെ കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ കിട്ടും. അതുപോലെ പാരിസ്ഥിതിക ആഘാതം അല്ലെ, നമുക്കറിയാം ഈ ഒരുപാട് പുറത്തേക്ക് ഗ്യാസുകൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ എന്താണ് CFC പോലെയുള്ള വാതകങ്ങളൊക്കെ പുറത്തുള്ളതല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ഇങ്ങനെ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളും അത് മനസ്സിലാക്കിയിരിക്കണം. ഇനി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളാണ് പുതിയ തലമുറ എന്ന് പറയുന്നില്ല, അപ്പം നിങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ക്യാൻ ബി ഡു റെഡ്യൂസ് ഇലക്ട്രിസിറ്റി കൺസംഷൻ അറ്റ് ഹോം. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗം ഇല്ലേ കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. എന്തൊക്കെയാണ്? യൂസ് എനർജി എഫിഷ്യന്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസുകളൊക്കെ ഉപയോഗിക്കാം. ടേൺ ഓഫ് സ്വിച്ചസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. യൂസ് കഴിഞ്ഞാൽ സ്വിച്ചസ് എല്ലാം ഓഫ് ചെയ്യുക കേട്ടോ. യൂസ് LED ട്യൂബ്സ് ആൻഡ് ബൾബ്സ്, ഇപ്പൊ എല്ലാം LED ട്യൂബ്സും ബൾബ്സും ആണ്, അപ്പൊ അതൊക്കെ ഉപയോഗിക്കുക. ചൂസ് എ സൈസ് ഓഫ് ദി ഫാൻ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ റൂം, റൂമിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഫാനുകളൊക്കെ ഉപയോഗിക്കുക. പിന്നെ BLDC ഫാൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും BLDC ഫാനാണ്, കോസ്റ്റ്ലി ആണ്, പക്ഷെ അത് ഒരുപാട് എനർജി സേവ് ചെയ്യുന്നതാണ് കേട്ടോ. BLDC ഉദ്ദേശിക്കുന്നത് ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് ആണ് കേട്ടോ. ബ്രഷ്ലെസ് ആയിട്ടുള്ള ഡയറക്റ്റ് കറണ്ട് വെച്ചിട്ടുള്ള ഫാനുകളാണ് BLDC ഫാനുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ട്, പക്ഷെ അത് ഒരുപാട് എനർജി സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സോളാർ പാനൽസ് ഉപയോഗിക്കാം. പിന്നെന്താണ്? അവോയ്ഡ് ഓപ്പണിംഗ് ദ റെഫ്രിജറേറ്റർ ഫ്രീക്വൻലി, ഡു നോട്ട് ഓപ്പൺ ഇറ്റ് അൺനെസസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതോട്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്തണം കേട്ടോ. അവോയ്ഡ് ഓപ്പണിംഗ് ദ റെഫ്രിജറേറ്റർ ഫ്രീക്വൻലി. ചുമ്മാ അടുക്കളയിലോട്ട് പോകും, അടുക്കളയിലോട്ട് പോയിട്ട് ചുമ്മാ ഫ്രിഡ്ജ് തുറന്നു നോക്കും ഇല്ലേ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ തുറന്നു നോക്കുക, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ ഇല്ലയോ നോക്കുന്നില്ല, ചുമ്മാ തുറന്നു നോക്കുക, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ എന്താണ്? എനർജി അവിടെ അത്രയും പാഴായി പോവുകയാണ് ഇന്ന്. അപ്പൊ ആവശ്യമില്ലാതെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കല്, മനസ്സിലാക്കുക കേട്ടോ. പിന്നെന്താണ്? എൻഷുർ ദാറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഹാവ് ദ മാക്സിമം പോസിബിൾ സ്റ്റാർ റേറ്റിംഗ് അല്ലേ. കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ളതൊക്കെ ഉപയോഗിക്കുക. മാക്സിമൈസ് ദ യൂസ് ഓഫ് സൺലൈറ്റ് ഡ്യൂറിങ് ദ ഡേ ടൈം ടു അവോയ്ഡ് ഇലക്ട്രിസിറ്റി കൺസംഷൻ. ഡേ ടൈമിലൊക്കെ കൂടുതലും സൺലൈറ്റ് ഉപയോഗിക്കുക. അതായത് ജനലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ, വാതിലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലോണം വെട്ടം കിട്ടും ഇല്ലേ. അപ്പൊ നമുക്ക് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ കാറ്റും ഒക്കെ കിട്ടും ഇല്ലേ. യൂസ് അപ്ലയൻസസ് ലൈക്ക് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ കുക്കർ നമ്മുടെ നാട്ടിലൊന്നും അധികം കാണുന്നില്ല. സോളാർ വാട്ടർ ഹീറ്റർ ഇല്ലേ, വെള്ളം ചൂടാക്കാനൊക്കെ മിക്ക വീടുകളിൽ ഇപ്പോൾ സോളാർ വാട്ടർ ഹീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ നമുക്ക് കുറയ്ക്കാം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എനർജി, അതായത് സോളാർ എനർജി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? മലയാളം മീഡിയത്തിലെ കുട്ടികളും ശ്രദ്ധിക്കുക കേട്ടോ. ഊർജ്ജക്ഷമത കൂടിയ വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുക. ആവശ്യം കഴിഞ്ഞാൽ ഉടൻ സ്വിച്ചുകൾ ഓഫ് ആക്കുക. LED ട്യൂബുകളും ബൾബുകളും ഉപയോഗിക്കുക. മുറികളുടെ വലിപ്പത്തിനനുസരിച്ച് ഫാനിന്റെ വലിപ്പം തീരുമാനിക്കുക. BLDC ഫാനുകൾ ഉപയോഗിക്കുക. സോളാർ പാനലുകൾ, റെഫ്രിജറേറ്റർ ഇടയ്ക്കിടെ തുറക്കുന്ന ഒഴിവാക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ. കറണ്ട് ഇല്ലാത്തപ്പോൾ തുറക്കരുത്.
വൈദ്യുതോപകരണങ്ങൾ കഴിവതും പരമാവധി സ്റ്റാറുകൾ ഉള്ളവയെന്ന് ഉറപ്പാക്കുക. പകൽ സമയം സൂര്യപ്രകാശം പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നെ സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ കേട്ടോ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് എനർജി ക്രൈസിസ് അഥവാ ഊർജ പ്രതിസന്ധി. എന്താണ് എനർജി ക്രൈസിസ്? നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അതായത് ഊർജ്ജം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് ഇപ്പോൾ ഊർജ്ജം ആവശ്യമായിട്ടുണ്ടല്ലേ. പക്ഷെ ആ ഊർജം എന്താണ് നമുക്ക് വേണം. പക്ഷെ അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇല്ല, ഊർജ്ജം ഇലക്ട്രിക് എനർജി ആണെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇലക്ട്രിക് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന മെയിൻ സ്രോതസ് ഏതാണ്? വാട്ടറാണ്, ഡാമുകളിൽ നിന്നാണ്. ജലത്തിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഡിമാൻഡ് കൂടുവാണ്. എനർജി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കൂല, ഇല്ല. അതുകൊണ്ട് പക്ഷെ എന്താണ്, അതിന്റെ ലഭ്യതയിൽ കുറവാണ്. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫോസിൽ ഫ്യൂവൽസുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ. ഇല്ല, വർഷങ്ങളോളം മണ്ണിനിടയിൽ കിടന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ക്ലിയർ ആകുന്നില്ല. അപ്പം അതൊക്കെ പരമാവധി നമ്മൾ കുറയ്ക്കുക. അതിൻ്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഊർജത്തിന്റെ ആവശ്യത കൂടുവാണ്. പക്ഷെ അതിന്റെ ലഭ്യത എങ്ങനെയാണ്? കുറയുവാണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ക്രൈസിസ് അല്ലെങ്കിൽ ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്. മനസ്സിലായതാ? നോക്കിയാൽ ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? സണ്ണാണ് മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. സണ്ണിൽ നിന്ന് ഇല്ലേ വെള്ളത്തിലേക്ക് വന്നിട്ട് ഡാമിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്, കാറ്റിൽ നിന്നുണ്ട്. പിന്നെ ഫോറസ്റ്റ് വഴി ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഫോസിൽ ഫ്യൂവൽസ് ഇതെല്ലാം പല രീതിയിലെല്ലാം ഉണ്ടാകുന്നത്. എല്ലാത്തിൻ്റെയും മെയിൻ സോഴ്സ് ഏതാണ്? നമ്മുടെ സൺ എന്ന് പറയുന്നതാണ്. ഇല്ലേ? നമുക്കറിയാം ഒരുപാട് പവർ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലേ. വലിയ പവർ സ്റ്റേഷൻസും ചെറിയ പവർ സ്റ്റേഷൻസും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ആവശ്യമായിട്ട് വരുമല്ലേ ചെയ്യുന്നത്? ഇല്ല. അപ്പൊ ഊർജത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു, പക്ഷെ ഉൽപാദനം അതുപോലെ വർദ്ധിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ക്രൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദോ ദ ഡിമാൻഡ് for energy has increased many folds, production has not sufficiently increased. This situation is energy crisis. This is why sometimes power cuts and load shedding are to be implemented. അല്ലേ? ഉപഭോഗം കൂടി വരുമ്പോഴല്ലേ പക്ഷെ ഉൽപാദനം കുറയുന്നു. അപ്പോഴാണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? എനർജി ക്രൈസിസ് ഈസ് എ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ എനർജി ആൻഡ് ദ ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി. ഊർജത്തിന്റെ ആവശ്യകതയിലുള്ള വർധനവും ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഊർജ പ്രതിസന്ധിക്ക് കാരണങ്ങൾ എന്തായിരിക്കാം? വെറുതെ അല്ലേ? നമുക്കറിയാം നമ്മൾ വെറുതെ ഊർജം പാഴാക്കുന്നുണ്ട് ഇല്ല. പിന്നെ വ്യവസായവൽക്കരണം എന്ന് പറയാം. ഒരുപാട് വ്യവസായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ, അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ പിന്നെ എന്ത് നമുക്ക് പറയാം? പോപ്പുലേഷൻ അല്ലേ, ജനസംഖ്യ കൂടുന്നുണ്ട്. പിന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം ഓരോ വീട്ടിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു വാഹനമാണ്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? ഓരോ വീട്ടിലുള്ള ഓരോരുത്തർക്കും വാഹനങ്ങളാണ് അല്ലേ. അപ്പൊ അത്രയും എനർജി അവിടെ ഉപയോഗിക്കില്ല. ഈ വാഹനങ്ങൾക്കെല്ലാം ഇന്ധനം വേണം. ശരിയല്ലേ പറയുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നില്ല. ഓരോരുത്തർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ വീട്ടിലുള്ള ഓരോരുത്തർക്കും വാഹനം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം എനർജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള ലഭ്യത ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ എനർജി ക്രൈസിസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഊർജ പ്രതിസന്ധിക്ക് കാരണങ്ങൾ എന്ത് പറയാം? കോസസ് ഓഫ് എനർജി ക്രൈസിസ് എന്തൊക്കെയാണ്? വേസ്റ്റേജ് ഓഫ് എനർജി, പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണം എന്ന് പറയും കേട്ടോ. വ്യവസായങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ വ്യവസായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നല്ലതാണ്. പക്ഷെ അതിനാവശ്യമായിട്ട് എനർജി നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനമുണ്ട്. അഡ്വാൻസ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, യാത്രാ സൗകര്യത്തിലെ പുരോഗതി ഇല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങളാണ്. യാത്രാ സൗകര്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മുടെ എനർജി ക്രൈസിസും വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്? അർബനൈസേഷൻ ആൻഡ് സിമിലർ ഫാക്ടേഴ്സ്, നഗരവൽക്കരണം ഇല്ലേ. നമുക്കറിയാം പണ്ട് ഇപ്പൊ എല്ലാം സിറ്റീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ സിറ്റീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ ബിൽഡിങ്ങുകൾ വരുന്നു. ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ പലതരത്തിലുള്ള എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല. ഇതെല്ലാം എന്താണ്? എനർജി ക്രൈസിസിന് കാരണമാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി ഈ എനർജി ക്രൈസിസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? വേസ് ടു റെഡ്യൂസ് എനർജി ക്രൈസിസ്, നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും നോക്കാം. എങ്ങനെയാണ്? യൂസ് എനർജി ജുഡീഷ്യലി അല്ലെങ്കിൽ റാഷണലി എന്ന് പറയാം. അതായത് ഊർജം യുക്തിസഹജമായിട്ട് ഉപയോഗിക്കുക അല്ലെ, ചുമ്മാ പാഴാക്കാതെ അല്ലേ. ഇപ്പം
ഫാനാണേലും നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഫാനൊക്കെ വെറുതെ ഇട്ടേച്ച് അങ്ങ് പോകും, അല്ലേ? നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഫാനും ലൈറ്റും ഒക്കെ വെറുതെ ഇട്ടേച്ച് പോകും. അപ്പൊ അതൊക്കെ ഓഫ് ചെയ്യുക, ആവശ്യത്തിന് ഉപയോഗിക്കുക, ഇല്ലേ? വലിയ ചൂടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഫാനൊന്നും ഉപയോഗിക്കണ്ട. ഇത് നിങ്ങൾക്കും പേഴ്സണലി ലാഭമാണ്, മൊത്തത്തിലും സമൂഹത്തിനും അത് നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ മാക്സിമൈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി. സൗരോർജം, ഇല്ലേ? സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്തുക. അവോയ്ഡ് സിംഗിൾ ഓക്യുപ്പൻസി കാർ ട്രാവൽ, ഇൻസ്റ്റഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പറഞ്ഞില്ലേ, ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, പകരം പൊതുഗതാഗതം പ്രയോജനപ്പെടുത്തുക. ക്ലിയർ ആയല്ലോ? ദോസ് ഹു ലീവ് എ റൂം ഷുഡ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ആൻഡ് ഫാൻ ഇൻ ദ റൂം ആൻഡ് സിമിലർ വിഷേഴ്സ്. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരു മുറി വിട്ടു പോകുമ്പോൾ ആ മുറിയിലെ ലാമ്പുകളും ഫാനുകളും ഓഫ് ആക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇനി മുതലെങ്കിലും ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ. നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയുക കേട്ടോ. ഇങ്ങനെ അനാവശ്യമായിട്ട് എനർജികളൊന്നും പാഴാക്കി കളയല്ലെന്ന് പറയുക കേട്ടോ. ഇനി നമുക്ക് ഈ സോളാർ എനർജി ഒരു നല്ല സോഴ്സ് ആണെന്ന് പറഞ്ഞു, ഇല്ലേ? സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്, ഇല്ലേ? സോളാർ കുക്കർ ഉണ്ട്, സോളാർ പാനൽ, ഇല്ലേ? സോളാർ വാട്ടർ ഹീറ്റർ മിക്കവരുടെ വീട്ടിൽ കാണും. സോളാർ കുക്കറൊന്നും നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കുന്നില്ല, പക്ഷെ സമയം ഇച്ചിരി കൂടുതലായിട്ട് വരും, അതുകൊണ്ടാണ് സോളാർ കുക്കർ ഉപയോഗിക്കുന്നില്ലാത്ത. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുകയാണെന്നുള്ള എത്ര എനർജിയാണ് നമുക്കവിടെ ലാഭിക്കാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ് സോളാർ പാനൽ. സോളാർ പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പം, ഇല്ലേ? മിക്കവരുടെ വീടുകളിൽ മുകളിൽ എന്താണ് സോളാറിന്റെ പാനൽ വെക്കാറുണ്ട്, അല്ലേ? കണ്ടില്ലേ സോളാർ പാനല്? എന്തിനു വേണ്ടിയാണ് സോളാർ പാനൽ ഉപയോഗിക്കുന്നത്? നമുക്ക് സണ്ണിൽ നിന്ന് എനർജി വരുന്നുണ്ട്, അതിൽ നിന്ന് എനർജി എന്തായിട്ട് മാറ്റുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഇത് എവിടെയാണെന്ന് അറിയാവോ? ഇതാണ് സോളാർ പാനൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എവിടെയാണെന്നറിയാം? ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഉപയോഗിക്കുന്ന എനർജി, ഇലക്ട്രിക് എനർജി എവിടെ നിന്നാണ്? ഈ സോളാർ പാനലിൽ നിന്നാണ്. സണ്ണിൽ നിന്ന് വരുന്ന എനർജി ഉപയോഗിച്ചിട്ട് പാനൽ വഴി കേട്ടോ അതിനെ സ്റ്റോർ ചെയ്തിട്ടാണ് ഈ നെടുമ്പാശ്ശേരി ഉള്ള എയർപോർട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് മിച്ചമുള്ളത് KSEBിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുമാത്രം എനർജി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ആലോചിച്ച് നോക്ക്. ഒരു എയർപോർട്ടൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്തുമാത്രം ഇലക്ട്രിക് എനർജി വേണം. ആ ഇലക്ട്രിക് എനർജി മുഴുവൻ എങ്ങനെയാണ് കിട്ടുന്നത്? സോളാർ എനർജിയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള പാനലുകൾ വെച്ച് ഫുള്ളിങ്ങനെ പാനലുകൾ വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ പാനൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിങ്ങനെ ഒറ്റ സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സാധനമാണ്. ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്. സോളാർ സെൽ ഈസ് എ മീൻസ് ഫോർ കൺവേർട്ടിംഗ് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. സോളാർ എനർജിനെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്ന ഒരു ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സോളാർ സെല്ല്. സെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റ ഇതാണ്. അത് അങ്ങനെ കുറെ സെല്ലുകൾ അടുക്കി വെക്കുമ്പോഴാണ് ഇങ്ങനെ പാനലായിട്ട് വരുന്നത്. ഒറ്റ ഒരു സെല്ലിൽ നമുക്ക് വളരെ കുറച്ച് എനർജി ഉള്ളു കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരുപാട് സെല്ലുകൾ കണക്ട് ചെയ്തിട്ട് ഒരു പാനലാക്കി വെക്കും. അതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതൊരു PN ജംഗ്ഷൻ ഡയോഡാണ് കേട്ടോ. ഒരു ഡയോഡാണത്. അതിൽ എന്താണ് വെൻ സോളാർ എനർജി ഫോൾസ് ഓൺ എൻ സൈഡ് ഓഫ് ദ സോളാർ സെൽ സ്മോൾ ഇലക്ട്രിക് കറന്റ് ഈസ് ഒബ്റ്റൈൻഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ടു P റീജിയൻ ഫ്രം M റീജിയൻ. ഒരു PN ജംഗ്ഷൻ ഒരു ഡയോഡാണ് കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡയോഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനല്ല, ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോൾ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പം സോളാർ എനർജി വന്ന് വീണ് കഴിയുമ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഫിനോമിന ഉണ്ടാവും. ആ ഫിനോമിന പറയുന്ന പേരാണ് ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ നിന്നും പർട്ടിക്കുലർ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്ന് പറയും. ക്ലിയറാലോ? അപ്പം ഇറ്റ് ഈസ് ഇലക്ട്രിക് എനർജി ദസ് ഒബ്റ്റൈൻഡ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ബാറ്ററീസ് ആൻഡ് യൂസ്ഡ് വെനെവർ. എന്നിട്ട് ആ ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് വഴിയാണ് അത് സോളാറിൽ നിന്ന് വരുന്നത്. അതിനെ വോൾട്ടേജ് ആക്കി മാറ്റുക ചെയ്യുന്നത്. എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർക്കും, അപ്പൊ അത്രയ്ക്കും ഈ ഒരു എയർപോർട്ട് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട് സണ്ണിൽ നിന്ന്. എന്നിട്ട് മിച്ചം വരുന്ന KSEBിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആലോചിക്കുക എന്തുമാത്രം എനർജിയാണ് നമുക്ക് സണ്ണിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോളാർ പവർ പ്ലാന്റ് അറ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഏറ്റവും എന്താണ് ലോകത്തിലെ തന്നെ ഒരു ആദ്യത്തെ എയർപോർട്ടാണ് കേട്ടോ. സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആദ്യത്തെ തന്നെ എയർപോർട്ടാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അതാ സോളാർ സെൽസ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. ചോദിക്കാം കേട്ടോ. സോളാർ സെൽ എന്താണ്? ഡിവൈസസ് ആണ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. only negligible voltage and current can be obtained from a single cell. ഞാൻ പറഞ്ഞില്ല സിംഗിൾ സെല്ല്
ഇല്ല, സിംഗിൾ സെൽ ആകുമ്പോൾ അതിന് ചെറിയൊരു വോൾട്ടേജ് കറന്റോട് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. Therefore a solar panel is constructed by arranging many solar cells suitably to provide electricity as per the requirement. അപ്പോൾ കുറേ സെല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു പാനലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. The electricity obtained from such panels can be stored in the storage battery and utilized when needed. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പം സോളാർ സെല്ലിൽ നിന്നിട്ട് ഇലക്ട്രിസിറ്റി എന്താണ്, അതെങ്ങനെയാണ്, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോറേജ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി സപ്ലൈഡ് ടു ദ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏജൻസീസ്, അല്ലെങ്കിൽ നമുക്ക് ഏജൻസീസിന് കൊടുക്കാം വേണമെങ്കിൽ. സോളാർ പാനൽസ് ആർ യൂസ്ഡ് ഫോർ എനർജി റിക്വയർമെന്റ്സ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് കേട്ടോ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ട്, സാറ്റലൈറ്റ്സിലൊക്കെ എനർജിക്ക് ഉപയോഗിക്കുന്ന സോളാർ പാനലാണ് കേട്ടോ. ഇൻ അഡീഷൻ ടു സ്മോൾ സ്കെയിൽ റിക്വയർമെന്റ്സ് ലാർജ് സ്കെയിൽ പവർ പ്ലാന്റ്സ് ആർ ഓൾസോ ഇൻ ഓപ്പറേഷൻ. അതാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാലിസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ എൻറ്റയർ ഓപ്പറേഷൻ ഫ്രം സച്ച് എ സോളാർ പവർ പ്ലാന്റ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ടു ഓപ്പറേറ്റ് എൻറ്റയർലി ഓൺ സോളാർ പവർ. സോളാർ പവറിൽ പൂർണ്ണമായിട്ടും സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മനസ്സിലാക്കുക കേട്ടോ. അപ്പം സോളാർ എനർജി എന്ന് വെച്ചാൽ അത്രയ്ക്കും പവറുള്ള എനർജി തന്നെയാണ് അല്ലെ. അതിൽ നിന്ന് നമുക്ക് ഇത്രയും വലിയൊരു എയർപോർട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഗവൺമെന്റിന്റെ എന്താണ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഒരു പദ്ധതി ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് ഒരു ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയെ കുറിച്ച്, പുരപ്പുറ വൈദ്യുത പദ്ധതി, അതായത് റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു കേന്ദ്ര ഗവൺമെന്റും KSEB കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് കേട്ടോ, റൂഫ് ടോപ്പ് പവർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ സബ്സിഡി അങ്ങനെ എന്താണ്ട് ഉണ്ട് കേട്ടോ, സബ്സിഡിയോടുകൂടി നമുക്കത് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഇച്ചിരി വരുന്നുണ്ട്, പക്ഷെ അതിന് സബ്സിഡി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എനർജി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ എല്ലാ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യാം, മിച്ചമുള്ളത് നമുക്ക് KSEBക്കും കൊടുക്കാം. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പൊ അതാണ് റൂഫ് ടോപ്പ് പവർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പ്രയോജനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്, ഇതാ നോക്കിയേ. ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇല്ലേ, റിക്വയർഡ് ഫോർ ഹോംസ് ഇല്ലേ, വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ക്യാൻ റെഡ്യൂസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇല്ലേ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കാൻ മേലെ ഇല്ലേ. നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് വാട്ടറിൽ നിന്നാണ്, നമ്മുടെ ഡാമുകളിൽ നിന്നല്ലേ കിട്ടുന്നത്. ഇതെല്ലാം പ്രവർത്തിപ്പിക്കണം. അത് പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള എനർജി ലോസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഒരുപാട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ പവർ സ്റ്റേഷൻ ഉണ്ടല്ലോ, പവർ സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എനർജി വരുന്നത് എങ്ങനെയാണ്, ട്രാൻസ്മിഷൻ ലൈൻസ് വഴിയാണ് ഇല്ല, വലിയ വലിയ ട്രാൻസ്മിഷൻ വഴിയാണ്. അപ്പൊ അതുവഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് എനർജി ലോസുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ ട്രാൻസ്മിഷൻ ലോസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കേട്ടോ. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസസ് ആർ മിനിമൈസ്ഡ് ആസ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് അറ്റ് ദ പ്ലേസ് ഓഫ് കൺസംഷൻ. ഉപഭോഗ കേന്ദ്രത്തിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നതിന് പ്രസരണ വിതരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കും. അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ, നമ്മുടെ വീടിന്റെ മേളിൽ ഉൽപ്പാദിപ്പിക്കും, നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കുന്നു, ഇവരേക്കൊന്നും കൊണ്ടുപോകണ്ട. അപ്പം ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക്, അതായത് ട്രാൻസ്മിഷൻ ലോസ്, ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഹീറ്റ് എനർജി ഒക്കെ ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ വഴി. മനസ്സിലായല്ലോ, കാര്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ സോളാർ പാനലുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അന്തരീക്ഷ മലിനീകരണം കുറയുന്നു ഇല്ലേ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, അന്തരീക്ഷ മലിനീകരണം അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അന്തരീക്ഷത്തിലെ നമ്മുടെ ഹരിതഗ്രഹവാതകങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഉപയോഗം നമുക്കറിയാം വർദ്ധിച്ചു വരുവാണ് അല്ലേ. എല്ലാ വീടുകളിലും ഫ്രിഡ്ജുണ്ട്, എല്ലാ വീടുകളിലും മറ്റു ഡിവൈസസുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഗ്യാസസുകൾ പുറന്തള്ളുന്നുണ്ട് ഇല്ല. അപ്പൊ അതൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്, ആഗോളതാപനം, അറിയാവുന്ന കാര്യമാണല്ലേ. ആഗോളതാപനത്തിനൊക്കെ കാരണമാകുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഇങ്ങനെ അതൊക്കെ കുറയ്ക്കാനും വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. It is understood that atmospheric pollution is reduced when solar panels are used. We know that the quantity of greenhouse gases in the atmosphere is increasing daily. As increasing such gases causes global warming, resulting in climate change. Each of our interventions in this matter is very important. Global warming can be reduced by reducing the production of major greenhouse gases like carbon dioxide, methane, etc. We need activities that can reduce the quantity of carbon and carbon compounds emitted by individuals, organizations and products.
എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ ഇടപെടലുകൾ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിതഗൃഹവാതകങ്ങളിൽ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ അല്ലേ തുടങ്ങിയവയുടെ ഉൽപാദനം കുറയ്ക്കുക വഴി ആഗോളതാപനം കുറയ്ക്കാൻ സാധിക്കും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇവ പുറത്തുവിടുന്ന കാർബണിന്റെയും കാർബൺ സമിത്വത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയല്ലോ? വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് എനർജിയുടെ ഉപയോഗം കുറയ്ക്കാമെന്ന് നോക്കുക. ഇല്ലേ, ഉപയോഗം കുറച്ചാലല്ലേ നമുക്ക് അത്ര ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അല്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യം കൂടുമ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരുപാട് എനർജി പലതരത്തിൽ. ഇപ്പം നമുക്ക് ഡാമുകളിൽ നിന്നാന്ന് പറഞ്ഞു, അല്ലാതെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട് ഇല്ലേ, അതുപോലെ തന്നെ എന്താണ് തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട് ഇല്ല, പല തരത്തിൽ ഇപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ ആണെങ്കിലും തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് ഇല്ല. അവിടെയൊക്കെയല്ലേ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പം അതിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ജലവൈദ്യുത പദ്ധതികളാണേലും നമുക്ക് ഡാമുകളിൽ നിന്നാന്ന് പറഞ്ഞു അല്ലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അതാണേലും ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പം അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരുപാട് പ്രദേശം അല്ലേ, വലിയ വലിയ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവും ഇല്ല. അപ്പൊ എന്താണ് കാടൊക്കെ ഇതാണല്ലോ വെട്ടിത്തെളിച്ചിട്ടൊക്കെ ആയിരിക്കില്ല. അപ്പൊ അവരുടെ ആവാസ വ്യവസ്ഥകളൊക്കെ മാറും. ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റേണ്ടി വരും ഇല്ല. അതുപോലെ തന്നെ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? മീനുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ പക്ഷികളും അല്ലെങ്കിൽ മീനുകളൊക്കെ അത് നശിക്കാനൊക്കെ കാരണം അവയുടെയൊക്കെ ഒരു സ്വാഭാവികം അത് നശിക്കാനൊക്കെ സാധ്യതയാണ്. അതുപോലെ മണ്ണിന്റെ ഫലഭൂഷത, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് എക്കൽ മണ്ണ് വരും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, എക്കൽ മണ്ണ് വരുന്നുണ്ട്. അപ്പം കൃഷിയിടങ്ങളൊക്കെ നല്ലോണം ഫലഭൂഷമാകും. പക്ഷെ അണക്കെട്ടുകൾ വന്നു കഴിഞ്ഞാൽ മണ്ണ് ഒഴുകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഫലഭൂഷ്ഠിത ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്, കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ. അപ്പൊ അതാണ് ഈ വലിയ വലിയ പറഞ്ഞല്ലോ ജലസംഭരണികളൊക്കെ മീഥേൻ പോലുള്ള ഗ്യാസുകളൊക്കെ പുറന്തള്ളുന്നുണ്ട്. അത് കാലാവസ്ഥ മാറ്റം, അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഭൂകമ്പ സാധ്യത ഇല്ല, നമുക്കറിയാലോ വലിയ വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഭൂമിയുടെ എന്താണ് ഭാരത്തിന്റെ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഭൂകമ്പ സാധ്യതയൊക്കെ വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ പലവരും ഇപ്പം നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് വരുമ്പോഴും തെർമൽ പവർ സ്റ്റേഷൻസ് വരുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാർബൺ പാദമുദ്ര, കാർബൺ ഫുട് പ്രിന്റ് ആണ് കേട്ടോ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം നമ്മൾ ഒരുപാട് എനർജി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം അല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിലും പലതരത്തിലും നമ്മൾ ഹരിതഗൃഹവാതകം പുറപ്പെടുവിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഓരോരുത്തരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തായിട്ട് മാറുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെല്ലാം എന്തായിട്ട് മാറുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടല്ലേ മാറുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ പരിവർത്തനം ചെയ്യുന്ന അളവിനെയാണ് നമ്മൾ ഈ കാർബൺ ഫുട് പ്രിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കുക, the quantity of such emitted greenhouse gases converted and expressed as equivalent to the measure of carbon dioxide is carbon footprint. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രവർത്തനങ്ങൾ കാരണം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. അപ്പം എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എക്സ്പ്രസ്ഡ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലന്റ്, അതിനെയാണ് നമ്മൾ കാർബൺ പാദമുദ്ര അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം, ഇവരെല്ലാം പലതരത്തിലുള്ള എനർജി ഉപയോഗിക്കുന്നില്ല. അതിൽ നിന്നെല്ലാം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അളവാണ് എന്തെന്ന് പറഞ്ഞത് കാർബൺ പാദമുദ്ര അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ടായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കാർബൺ ഫുട് പ്രിന്റിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനർജി കൺസപ്ഷൻ. ഒരുപാട് എനർജി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഉപയോഗിക്കുന്നില്ല, ഫോസിൽ ഇന്ധനങ്ങൾ, കൽക്കരി, എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ട്. പിന്നെന്താണ് ട്രാൻസ്പോർട്ടേഷൻ, വാഹനങ്ങൾ, അതിലും എന്താണ് ഫോസിൽ ഇന്ധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഇൻഡസ്ട്രിയിൽ വ്യവസായ പ്രക്രിയകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതനുസരിച്ചിട്ട് രാസവസ്തുക്കൾ എങ്ങനെയാണ് പുറന്തള്ളുന്നുണ്ട്. പിന്നെ കൃഷിയിൽ, അഗ്രികൾച്ചറിൽ ഇല്ല, അതിലൊക്കെ എന്താണ് പലതരത്തിലുള്ള ഹരിതഗൃഹവാതകങ്ങളൊക്കെ പുറന്തള്ളുന്നുണ്ട് ഇല്ല. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല, മാലിന്യം കത്തിക്കുമ്പോൾ എല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്
കാർബൺ ഫുട് പ്രിന്റിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? കാർബൺ പാദമുദ്രയുടെ പ്രധാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഊർജ്ജ ഉപയോഗമാണ്, ഗതാഗതമുണ്ട്, വ്യവസായമുണ്ട്, കൃഷി ഇല്ലേ, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? വേസ്റ്റ് ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും? ഊർജ്ജ സംരക്ഷണം ഇല്ലേ, എനർജി കൺസർവേഷൻ ഇല്ലേ, എനർജി നമുക്ക് കൺസർവ് ചെയ്ത് ഊർജ്ജത്തെ നമ്മൾ എന്താണ് വെറുതെ പാഴാക്കാതിരിക്കുക എന്ന് പറയാം. യൂസ് എനർജി എഫിഷ്യന്റ് അപ്ലയൻസസ്, മാക്സിമൈസ് ദ യൂസ് ഓഫ് സോളാർ എനർജി ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് ഇൻ എ റൂം വൈൽ ലീവിങ് ഇല്ലേ. അപ്പൊ എനർജി കൺസർവ് ചെയ്തുകൊണ്ട് നമുക്ക് കുറയ്ക്കാം. പിന്നെ എന്താണ്, ഗതാഗതത്തിൽ മാറ്റം വരുത്തണം. ചേഞ്ചസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, അതിനു വേണ്ടി നമ്മൾ എന്താണ് പബ്ലിക് അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക. യൂസ് റിന്യൂവബിൾ എനർജി അല്ലെ, സോളാർ എനർജി പോലെയുള്ള പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുക. പിന്നെ എന്താണ്, റെഡ്യൂസ് വേസ്റ്റ് അല്ലെ, വേസ്റ്റുകളൊക്കെ നമ്മൾ കുറയ്ക്കുക, അതായത് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക. പിന്നെ എന്താണ്, ഫോറസ്റ്റ് കൺസർവേഷൻ, ട്രീസ് ഒക്കെ വെച്ച് പിടിക്കുക, ഡിഫോറസ്റ്റേഷൻ ഒക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ എന്താണ്, ചേഞ്ചസ് ഇൻ ഡയറ്റ്, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ അല്ലെ മാറ്റം, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അതൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. റെഡ്യൂസിങ് ദ കാർബൺ ഫുട് പ്രിന്റ് വിൽ റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹെൽപ്പ് ബിൽഡ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ അല്ലെ. കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാനും അതുവഴി എങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കാനും സാധിക്കും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വരും തലമുറകളാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എനർജി എന്താണ് ഉപയോഗിക്കാനുള്ള, പാഴാക്കാതെ ഇരിക്കുകയാണ് വേണ്ടത്. ക്ലിയർ ആയാലോ? കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനുള്ള വഴികളാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഊർജ്ജ സംരക്ഷണമാണ്, ഗതാഗതത്തിൽ മാറ്റം വരുത്തുക, പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുക, മാലിന്യം കുറയ്ക്കുക, വനസംരക്ഷണം ഇല്ലേ, അതുപോലെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക. ക്ലിയർ ആയാലോ? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഊർജ്ജം വിനിയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ലാഭിക്കത്തക്ക രീതിയിലൊക്കെ ഉപയോഗിക്കുക. ഊർജ്ജമില്ലാതെ നമുക്ക് പറ്റില്ല, പക്ഷെ അത് നമുക്ക് ഒരുപാട് വേസ്റ്റ് ആകാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഊർജ്ജം അമൂല്യമാണ്, അത് പാഴാക്കല് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കേണ്ടതും ഊർജ്ജം സംരക്ഷിച്ച് ഉപയോഗിക്കേണ്ടതും ഓരോരുത്തരുടെയും എന്താണ് കടമയാണ്. ഊർജ്ജ സംരക്ഷണം ഊർജ്ജോൽപാദനത്തിന് തുല്യമാണ്. ശരിയല്ലേ? ഊർജ്ജ സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തുല്യമല്ലേ? അപ്പം ഊർജ്ജം സംരക്ഷിക്കുകയും വേണം, അതുപോലെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് തന്നെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. ക്ലിയർ ആയല്ലോ? അപ്പം വൈദ്യുതി ലാഭിക്കാം, നാടിനെ രക്ഷിക്കാം. വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കല്. നിങ്ങൾ പ്രത്യേകം കുട്ടികളാണ് പ്രത്യേകം അതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങളാണ് കൂടുതൽ വൈദ്യുതി വെറുതെ പാഴാക്കി കളയുന്നത് അനാവശ്യമായിട്ട് കേട്ടോ. അപ്പൊ ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്യുക. വെറുതെ ഒരുപാട് സമയം അനാവശ്യമായിട്ട് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ഉപയോഗിക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഒക്കെ ഓഫാക്കുക. LED ബൾബ് ഉപയോഗിക്കുക. സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുക. വൈദ്യുതി ലാഭിക്കുന്ന ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുക. പീക്ക് അവർ സമയത്ത് വൈദ്യുതി ഉപയോഗമൊക്കെ കുറയ്ക്കുക. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കല്. പിന്നെ ഉപയോഗിക്കാത്ത ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുള്ള ഓഫ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വൈദ്യുതോപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തുക. പകൽ സമയത്ത് സൂര്യപ്രകാശം ഉപയോഗിക്കുക. വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പീക്ക് അവർ സമയം തിരഞ്ഞെടുക്കാതിരിക്കുക. നാളേക്കായി ഇന്ന് ഊർജം നമുക്ക് ലാഭിക്കാം. ഇതൊക്കെ നിങ്ങളുടെ എന്താണ് ഓർക്കേണ്ട കാര്യമാണ്. ഊർജം സംരക്ഷിക്കാൻ ഭാവിക്കായിട്ട് നമുക്ക് കരുതി വെക്കാം. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് ദ എനർജി കൺസർവേഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത് എനർജി കൺസർവേഷനെ കുറിച്ചാണ് അല്ലേ. എനർജി എങ്ങനെയാണ് ചെലവായി പോകുന്നത്, വേസ്റ്റ് ആയി പോകുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു ഇല്ലേ. അപ്പൊ അതുപോലെ അതെങ്ങനെ കൺസർവ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കൺസർവ് ചെയ്യാന്നുള്ള ഒരു അവയർനെസ് നിങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്കൂൾ കുട്ടികളിലാണ് അത് പ്രത്യേകം വേണ്ടത്. അവയർനെസ് ഉണ്ടാക്കിയിരിക്കുക, മനസ്സിലാക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. കാർബൺ പാദമുദ്ര എന്താണെന്ന് ചോദിക്കാം, അത് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം. അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഐഡിയയിലും എഴുതാം. നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. കാർബൺ പാദമുദ്ര, അതുപോലെ തന്നെ സോളാർ എനർജിയുടെ ഉപയോഗം അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എനർജി കൺസർവ് ചെയ്യാം, അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും. പിന്നെ എനർജി ക്രൈസിസ് എന്താണ്, എനർജി ക്രൈസിസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എനർജി ക്രൈസിസുകളൊക്കെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം.
ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. അതായത് എനർജി ക്രൈസിസ് അല്ലെ, എനർജി ക്രൈസിസ് അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഊർജ്ജ സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഊർജോൽപാദനത്തിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ഊർജ്ജ സംരക്ഷണം ഊർജോൽപാദനത്തിന് തുല്യമാണ്. വൈദ്യുതി ആണേലും ഏതാണേലും ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഇല്ലേ, അതാണേലും അല്ലേ, അപ്പം വൈദ്യുതി ആണേലും അത് അമൂല്യമാണ്, പാഴാക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. പിന്നെയും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കി പഠിക്കുക. വെറുതെ കാണാതെ പഠിച്ചു പോലെ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ. പഠിക്കാനിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടത് പ്രയോജനപ്പെടുത്തി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജോയിൻ ചെയ്യുക, ഡിസ്കഷൻസ് നടത്താം. ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ക്ലാസ്സുകളൊക്കെ വെക്കുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യുക കേട്ടോ, വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമുക്കിനി ചാപ്റ്ററിൻ്റെ ലെറ്റേഴ്സസ് ആണുള്ളത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ലെറ്റേഴ്സസ് ചെയ്യുന്നതിന് മുന്നേ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എങ്കിലുള്ള ലെറ്റേഴ്സസിൽ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസറുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്ക് ലെറ്റേഴ്സസ് ക്ലാസ് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക്